അതാണ് പ്രശ്നം. അതാണ് തന്ത്രം തന്ത്രം. ഇവിടെ അവനവൻ്റെ പേര് സൂചിപ്പിക്കുന്ന ജാതിയെയും മതത്തിനെയും മാത്രമേ നമ്മൾ പ്രതിനിധീകരിച്ച് സംസാരിക്കാവൂ. അല്ലാതെ മാനുഷിക വിഷയങ്ങളിൽ മാനവിക വീക്ഷണത്തോടു കൂടി ഇടപെടാൻ പാടില്ല എന്നൊക്കെ ധരിച്ച് ഷാബു വശായതിൻ്റെ പ്രശ്നങ്ങളാണ് അദ്ദേഹം എന്നിലും നിങ്ങളിലും ഒക്കെ ആരോപിക്കുന്ന ഇത്തരം കാര്യങ്ങൾ. ഞാനത് വിടുകയാണ്. ഞാനൊരു കാര്യം പറയുകയാണ്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം അവർ കേരളത്തിൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ചവരാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തന്നെ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് കേരളത്തിൽ നിന്നാണ്. ചെറിയ ഇടവേളകൾക്കുള്ളിൽ അദ്ദേഹം തൃശ്ശൂരിൽ 2 തവണ വന്നുപോയി. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളും ഒരു ഇനീഷ്യൽ പുള്ളൊക്കെ അവർ കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏതായാലും അതിൻ്റെ കൂമ്പ് എന്നേക്കുമായി അടയുന്ന ഒരു യാത്രയാണ് സുരേന്ദ്രൻ നടത്തുന്നത് എന്നുള്ളത് ഇതോടെ കേരളത്തിന് മനസ്സിലായി. ഏതായാലും തൃശ്ശൂരിൽ എത്ര പട്ടികജാതി പട്ടികവർഗക്കാരായ സഹോദരന്മാർ BJPക്കാരായ ആളുകൾ ഇത്തവണ താമരക്ക് വോട്ട് ചെയ്യുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അഭിമാന ബോധമുള്ള ഒരു മനുഷ്യനും തങ്ങളെ ജാതീയമായിട്ട് അപമാനിക്കുന്നവർക്ക് വോട്ട് കൊടുക്കുന്ന പ്രശ്നമില്ല. അല്ല, തീർച്ചയായിട്ടും അത് രാഷ്ട്രീയം തന്നെയാണ്. രാഷ്ട്രീയം തന്നെയാണ്. എന്ത് സംശയം? നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച് ഷാബു ഇടപെടുന്നത്. ഷാബു പറഞ്ഞപ്പോഴും ഞാൻ ഇടപെട്ടിട്ടില്ല. ഷാബു പറഞ്ഞപ്പോഴൊന്നും ഞാൻ ഇടപെട്ടിട്ടില്ല. ഷാബു ഞാൻ പറയുമ്പോൾ ഇടപെടണ്ട, താങ്കളുടെ ഊഴത്തിൽ പറഞ്ഞുള്ളൂ. നമ്മുടെ രാഷ്ട്രീയം തന്നെയാണ് ഇവിടെ സംസാരിക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയക്കാർ തന്നെയാണ് ഇവിടെ. വളരെ കൃത്യമാണ്. ഏതെങ്കിലും ദളിത് OBC ഹിന്ദുക്കളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് തങ്ങളുടെ ബ്രാഹ്മണിക്കൽ രാഷ്ട്രീയ ലൈനിന് പുറകെ കെട്ടിവലിക്കാൻ BJP ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു തിരിച്ചറിവിന് ഉതകുന്ന ഒരു സംഭവമാണ് കേരളത്തിൽ നിന്നുണ്ടായത്. ഇത് ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ നാട്ടിലെ മതേതര ജനാധിപത്യ വിശ്വാസികൾ, ജാതീയതയിൽ വിശ്വസിക്കാത്ത ആളുകളുടെയൊക്കെ കണ്ണു തുറപ്പിക്കേണ്ട ഒരു സംഭവം തന്നെയാണിത്. തീർച്ചയായിട്ടും കേരളത്തിലെ ജനാധിപത്യ ഉത്ബുദ്ധതയുള്ള, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഇവിടുത്തെ വോട്ടർമാരുടെ ഇടയിൽ BJP പാർശ്വവൽക്കരിക്കപ്പെടാൻ ഇതിനപ്പുറത്തൊരു സംഭവം വേണ്ട. ഇനിയുള്ള രാഷ്ട്രീയ ചിത്രത്തിൽ കേരളത്തിലെങ്കിലും BJP ഇല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നൊരു വലിയ സന്ദേശം കൂടി ഈ വിഷയം അത്രത്തോളം ഇന്റൻസിറ്റിയോടുകൂടി അത് പുരോഗമിക്കുന്നു നമുക്ക് നോക്കാം.